ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ. നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ്, ഗോൾഡൻ മൊമെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ നീരാടിയിട്ടുമുണ്ട്, ആസ്വദിച്ചിട്ടുമുണ്ട്. അതേസമയം ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് സങ്കടത്തിൻ്റെതായിട്ടുള്ള, വിഷമത്തിൻ്റെതായിട്ടുള്ള ഒരു നെറുകയിൽ കൊണ്ടുപോയി നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോപുരത്തട്ടിൽ കൊണ്ടുപോയി നിർത്തുക, അങ്ങനെയുള്ള പരിപാടികൾ ഈ വ്യക്തി സമ്മാനിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള പ്രവർത്തികളായിരിക്കാം, ഈ വ്യക്തിയുടേതായിട്ടുള്ള സംസാരങ്ങളായിരിക്കാം, നിങ്ങളോടുള്ള സമീപനമായിരിക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിലൊരു വിറവല് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു ഒറ്റക്ക് കൈകാലുകൾ ഇട്ട് അടിക്കുന്ന ഒരു നിമിഷങ്ങൾ വരെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾ മാത്രം സ്റ്റക്കായിപ്പോയി. വ്യക്തി നിങ്ങളുടെ മച്ചമ്പി അങ്ങനെയല്ല, ഞാനും അല്ല, എൻ്റെ കൈയും അല്ല എന്നുള്ള രീതിയിൽ മച്ചമ്പിയുടേതായിട്ടുള്ള ഈ ഇതിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ തുടങ്ങി. പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള ആ ഒരു ലോകത്ത്, ആ ഒരു കാര്യങ്ങളിൽ ഉള്ള ഒരു ലൈഫിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പോകാൻ തുടങ്ങി. കാരണം നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങിയത്. ഒരു കല്ലുകടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നോ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. കാരണം നിങ്ങൾ ആസ്വദിച്ച്, ഇപ്പൊ നമ്മളൊരു ആസ്വദിച്ചൊരു ഫുഡ് കഴിക്കുകയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു കല്ല് വന്നു, നമ്മളത് പെറുക്കി കളഞ്ഞു. വീണ്ടും വീണ്ടും കല്ല് കടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ട്രബിൾ വരും. നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല, ഭക്ഷണം ഇറക്കാൻ തോന്നില്ല. അങ്ങനത്തെ മൊത്തത്തിലുള്ള ഒരു കല്ലുകടി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇതില് ഈ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവര് കല്ലെടുത്ത് ഇട്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതില് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്, അതായത് പല കാര്യങ്ങളും സംഭവിച്ചത് നിങ്ങളുടേതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം ചെയ്യലുകൾ മാത്രമാണ്.
എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ കണ്ണിൽ കൂടി പല കാര്യങ്ങളും കാണുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തെറ്റായിട്ട് തോന്നുന്നത്. എൻ്റെ കണ്ണിൽ കൂടിയും നിങ്ങൾ കാര്യങ്ങൾ കാണൂ, അപ്പൊ അത് നിങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നൂല്ല എന്നുള്ള ഒരു പരിപാടിയാണ് നിങ്ങളുടെ മച്ചമ്പി പറയുന്നത്. അപ്പൊ നമ്മള് എന്തെങ്കിലും നമുക്ക് ദഹിക്കാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോ ആരാണെന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ചെയ്യലുകള്, കാര്യങ്ങള്, പരിപാടികളൊന്നും നിങ്ങളുടെ ആൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളോ പ്രശ്നങ്ങളോ ഇടപെടലുകളോ നിങ്ങൾ എന്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചോദ്യം ചെയ്യാം. നിങ്ങളെ കൊണ്ടുപോയി എന്താ പറയാ, എത്രത്തോളം കീറിമുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിങ്ങളുടെ ആള് റെഡിയാണ്. പക്ഷെ ഇതില് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ആള് ആഗ്രഹിക്കുന്നത്. കണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞാലും അതൊക്കെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു ആളാണ് നിങ്ങളുടെ മച്ചമ്പി. അതൊക്കെ നിങ്ങളുടെ തെറ്റുകൊണ്ട്, നിങ്ങളുടെ കണ്ണിന്റെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന്റെ നിങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് നിങ്ങളുടെ ആള് ഇവിടെ ചിന്തിക്കുന്നത്. അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേ രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുവാണ്, അല്ലെങ്കിൽ അതേ രീതിയിൽ വിഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അവര് പറയുവാണ് കിഴക്കോട്ട് നടക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ട് നടക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിശയിലോട്ട് നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേസമയം നിങ്ങളോട് ഒരു സ്ഥലത്തോട്ട് നടക്കൂ എന്ന് പറയുമ്പോൾ ഇല്ല അവിടെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അപ്പൊ അവിടെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എതിര് സംസാരിക്കുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ നോട്ടത്തിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ഇന്നർ തോട്ടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഈ യുഗത്തിൽ ജീവിക്കുന്ന ആളല്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്, ഞാൻ അനുഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ന്യായീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു മെഴുകലി ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി പോയതും തലകീഴായി കെട്ടി ഇരിക്കുന്ന ഒരവസ്ഥ വന്നതും നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ മനസ്സും ശരീരവും അത്രത്തോളം അർപ്പിച്ചു പോയി ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഇത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതില് കുട്ടികളുടെ അച്ഛനായിരിക്കാം, കുട്ടികളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കല്യാണം കഴിക്കുന്ന പോലെയുള്ള ജീവിതം അതുപോലെയൊക്കെ ജീവിച്ചവരായിരിക്കാം, അതുപോലെ സ്വപ്നം കണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് സ്റ്റോറി മുഴുവനും പറയാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വഴികാട്ടിനെ പോലെ നിന്ന ആളുകളുമായിരിക്കാം. എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള വ്യക്തികളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ആയിരിക്കാം. കാരണം നിങ്ങൾ വിചാരിച്ച ഒരു റൂട്ട് പോലെ അല്ല പെട്ടെന്ന് ഇത് പോയത്. നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്താണ് ഈ ഒരു വണ്ടി പെട്ടെന്ന് റൂട്ട് മാറ്റിയത്. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ റൂട്ട് മാറ്റിക്കളയുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് പല പരിപാടികളും നിങ്ങളുടെ ഈ വ്യക്തി ചെയ്യുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതുമൂലം ഇവിടെ നിങ്ങളുടെ മേലിലാണ് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത്. നിങ്ങൾ കുറ്റക്കാരി, നിങ്ങൾ ആണ് എന്തോ ഇത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവിടെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത്. ഇവിടെ നല്ല രീതിക്ക് ഈഗോ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മച്ചമ്പിക്ക്. കാരണം നിങ്ങളുടെ ആൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതോ
അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്തൊന്ന് പറയുന്നതോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഇങ്ങനെ അംഗീകാരങ്ങൾ വേണം, എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വേണം, എപ്പോഴും ഈ പല പ്രമേയങ്ങളും പാസ്സാക്കുമ്പോൾ കൈയടിച്ച് പാസ്സാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നിങ്ങളുടെ മച്ചമ്പിക്ക് താല്പര്യവും ഇഷ്ടം. അതല്ലാതെ അത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയുവാണ് നിങ്ങളുടെ വ്യക്തിനോട് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലിനെ എഫക്ട് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല പരിപാടികളും നടക്കും. തല്ല്, വഴക്ക്, പ്രശ്നങ്ങള്, കാര്യങ്ങള്. കാരണം അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മൂലമാണ് എന്നുള്ള ഒരിതാണ്. ഇവര് പറയുന്ന കാര്യങ്ങള് മാത്രം അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡാണ് ഇപ്പോഴും ഉള്ളത്, ഇപ്പോഴും ചിന്തിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? പല വ്യക്തികളെ കുറിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇവരെ കുറിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെയാണ് നിങ്ങളുടെ ആള് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാരണം ഈ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ ഇടപെടലുകള്, അനാവശ്യമായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള പല വിധത്തിലുള്ള ഉഴുതുമറിക്കല്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഉഴുതുമറിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല ഭംഗിക്ക് നടക്കുന്നുണ്ട്. ഈ ചില ആളുകളുടെ ഒരു കാര്യങ്ങള് ചിലപ്പോൾ സംസാരമായിരിക്കാം, ചിലപ്പോൾ ജോക്സ് ആയിരിക്കാം, ഫണ്ണി മൊമെന്റ്സ് ആയിരിക്കാം. അത് ചില ആളുകളുടെ വായിന്ന് മാത്രം അതൊക്കെ വരുള്ളൂ. അവർക്ക് എന്താ പറയാ, മറ്റുള്ള വ്യക്തികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടാവണമെന്നില്ല. ഇത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നപ്പോ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാവുന്ന ഒരു പറയുന്ന എന്തെങ്കിലും കോമഡി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മോട്ടിവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പല സ്വപ്നങ്ങളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ നിങ്ങളുടെ, അതായത് ചില വ്യക്തികളെ കൊണ്ടുള്ള കുറവുകൾ അത് അവരെ കൊണ്ട് തന്നെ നികത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾ സഹിച്ച പോലെ, നിങ്ങൾ ക്ഷമിച്ച പോലെ, നിങ്ങൾ നിന്ന പോലെ മറ്റുള്ള ആളുകൾ ഇവരെ സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്, ഒരുപാട് എന്താ പറയാ കെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എത്രത്തോളം പിടിച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം ഈ റിലേഷൻഷിപ്പ് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പിടിച്ചു വെച്ചിട്ടുണ്ട്, വെക്കുന്നവരും ഉണ്ട് ഇപ്പൊ. അതൊക്കെ അറിയാം. കാരണം നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സ്റ്റോറീസും അറിയാം. നിങ്ങൾ പോയാൽ ഏത് രീതിയിൽ വരെ പോകും, ഏതറ്റം വരെ പോകും, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഈ പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നെഗറ്റീവ്സോ അല്ലാന്നുണ്ടെങ്കിൽ വിഷമങ്ങളോ ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ നല്ല രീതിക്ക് ഇങ്ങനെ കെയറിങ് ആയിട്ട് സംസാരിച്ചോ, അല്ലെങ്കിൽ ഒരു സ്നേഹം അളവിൽ കവിഞ്ഞ സ്നേഹങ്ങള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോസിറ്റീവ്സ് ആയിട്ടുള്ള ഈ വ്യക്തിയുടേതായിട്ടുള്ള പരിപാടികളെല്ലാം മറ്റു പല ആളുകളും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും
ആണ് മേടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോർത്തിയെടുക്കുന്നത്. കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നില്ല. അല്ലാത്തവർക്ക് ഇങ്ങനെ നമ്മൾ ഈ നോട്ടീസ് കൊടുക്കുന്ന പോലെ ഇന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, അവിടെ എടുത്തോ, ഇവിടെ എടുത്തോ എന്നുള്ള രീതിയിലുള്ള പരിപാടികൾ നിങ്ങളുടെ മച്ചമ്പി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സ്നേഹ സമീപനോ ഈ വ്യക്തി ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് കണ്ടാലോ ഈ വ്യക്തിയുടേതായിട്ടുള്ള നല്ല രീതിയിലുള്ള കൺവേഴ്സേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. അല്ലെങ്കിൽ നല്ല രീതിക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരു പരിപാടി എൻ്റെ ലൈഫിൽ തെറ്റ് പറ്റിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾ നിങ്ങൾ വെച്ചിരുന്ന ആ ഒരു ട്രോമ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം മഞ്ഞുരുകുന്ന പോലെ ഇങ്ങനെ ഉരുകിപ്പോവും, മെൽട്ടായി പോവും. കാരണം അത്രേ ഉള്ളൂ നിങ്ങള്. അതൊക്കെ നിങ്ങളുടെ മച്ചമ്പിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് പല രീതിയിലൊക്കെ ചിന്തിച്ച് ദേഷ്യവും അതും ഇതും, കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള ഇല്ലായ്മ കൊണ്ട്, ഈ വ്യക്തിയുടേതായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ പല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്, പല രീതിയിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല ക്ഷമയില്ലാത്ത നിങ്ങൾ ക്ഷമയുടെ അങ്ങേയറ്റം നിങ്ങൾ പഠിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. A to Z കാര്യങ്ങൾ അറിയാം. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിലുള്ള ഒരു നിൽപ്പും ഭാവമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമാണെന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നും എല്ലാം അറിയാം. പക്ഷെ കൊടുക്കേണ്ടവരുടെ അടുത്ത് കൊടുക്കാതെ ഈ നോട്ടീസ് വിതരണം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുമ്പോഴാണ് ഇതിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി, പാടത്ത് പണിയെടുക്കുന്നവർക്കല്ലേ കൂലി കൊടുക്കുള്ളൂ, അങ്ങനെയല്ലേ വരേണ്ടത്. അല്ലാതെ നോക്കിന്നവർക്ക് കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നോക്കു കൂലി എന്ന് പറഞ്ഞ് കുറെ മച്ചാന്മാര് അല്ലെങ്കിൽ മച്ചാത്തിമാര് ഇവിടെ ഇവരുടെ കയ്യിന്ന് പല കാര്യങ്ങളും വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ഇവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം. അല്ലാത്തവർക്ക് ഒന്നുമില്ലാത്തൊരു അവസ്ഥ. കാരണം നിങ്ങളിപ്പോഴും അവിടെ സ്റ്റക്നെസ് ആയിരിക്കും എന്നുള്ള ഇത് ഈ വ്യക്തിക്ക്, ഈ ആൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെവിടെയും പോകുന്നില്ല, അല്ലെങ്കിൽ എവിടെയും പോവില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ ആയിട്ടേ വരുള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടേ വരുള്ളൂ. ഇതിൽ മൂന്നാമത്തെ ഒരിടപെടലോ പരിപാടികളോ ഒരു സ്ക്രൂ തിരിക്കലോ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് മാറിയേനെ. അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതാണ് നിങ്ങളുടെ ആള് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.